കുട്ടിക്കാലം മുതൽ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ കണ്ടുവളർന്ന ബാല്യം. ദാമ്പത്യ തർക്കത്തെ തുടർന്ന് മാതാപിതാക്കൾ പരസ്പരം വേർപിരിഞ്ഞതോടെ ഒറ്റപ്പെട്ട കൗമാരം. പിന്നീട് പ്രിയപ്പെട്ടവരിൽ നിന്ന് സ്നേഹമോ കരുതലോ ആ പെൺകുട്ടിക്ക് കിട്ടിയിട്ടില്ല. അതിനിടെ സ്നേഹം നടിച്ച് അവളെ അയൽവാസിയും ബന്ധുവും ലൈംഗികമായി ചൂഷണം ചെയ്തു. സ്കൂളിലെ കൗൺസിലിംഗിൽ +1 വിദ്യാർത്ഥിനി എല്ലാം തുറന്നു പറഞ്ഞതോടെ അവളുടെ ജീവിതം തകർത്ത രണ്ടുപേരും അറസ്റ്റിലായി. പക്ഷേ അവളെ ആശ്വസിപ്പിക്കാൻ ആരുമുണ്ടായില്ല. കടുത്ത മാനസിക സമ്മർദ്ദം കാരണം ഒടുവിൽ ആ പെൺകുട്ടി സ്വയം ജീവിതം അവസാനിപ്പിക്കുന്നു. വയനാട് കൽപ്പറ്റയിലെ 16-കാരിയുടെ ആത്മഹത്യയിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയെ കൂടുതൽ പേർ പീഡിപ്പിച്ചിട്ടുണ്ടോ എന്നത് ഉൾപ്പെടെ പരിശോധിക്കുകയാണ്. തിങ്കളാഴ്ചയാണ് +1 വിദ്യാർത്ഥിയായ 16-കാരിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടത്. വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ നേരത്തെ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ബന്ധുവും അയൽവാസിയുമാണ് അറസ്റ്റിലായത്. ചൈൽഡ് ലൈനിന്റെ കൌൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. ഇത് സ്കൂൾ അധികൃതർ ഈ മാസം 10-ന് പോലീസിനെ അറിയിക്കുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് പോക്സോ കേസെടുത്ത് അന്വേഷണം നടത്തി വന്നത്. 2 പ്രതികളും ഈ മാസം 11 മുതൽ റിമാൻഡിലാണ്. 2025 മുതൽ അയൽവാസിയിൽ നിന്ന് കുട്ടിക്ക് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായതായി പറയപ്പെടുന്നു. പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ ബലാത്സംഗം നടന്നതായി കണ്ടെത്തിയിട്ടില്ല. നടന്നത് ലൈംഗികാതിക്രമമാണെന്നാണ് വിവരം. സംഭവത്തിൽ കൂടുതൽ ആളുകൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ചു വരികയാണെന്ന് പോലീസ് പറഞ്ഞു. പ്രതികൾ പിടിയിലായെങ്കിലും കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു പെൺകുട്ടിയെന്നും അതാണ് ജീവനൊടുക്കുന്നതിലേക്ക് നയിച്ചതെന്നുമാണ് സൂചന. മാതാപിതാക്കൾ വേർപിരിഞ്ഞ ശേഷം പിതാവിനൊപ്പമായിരുന്നു കുട്ടി താമസിച്ചിരുന്നത്. പീഡന വിവരം പുറത്തു വന്നിട്ടും കുട്ടിയെ പ്രത്യേക സംരക്ഷണ കേന്ദ്രത്തിലേക്ക് അയക്കാതെ അധികൃതർ വീഴ്ച വരുത്തിയതായും ആരോപണമുണ്ട്. സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം പരിശോധിച്ചായിരിക്കും കൂടുതൽ നടപടികൾ സ്വീകരിക്കുക. ന്യൂസ് 18 വയനാട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.